കോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതിയുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. പ്രതി റിജോ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ റിജോ ആന്റണിയുടെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ്. 2,90,000 രൂപ ഈ മോഷ്ടിച്ച പണവുമായി അയാൾ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവിടെ കൊണ്ട് പണം കൊടുക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഈ സുഹൃത്ത് റിജോയുടെ ദീർഘകാലമായ സുഹൃത്താണ്. അയാൾ സ്വപ്നേവി കരുതിയിട്ടുണ്ടാവില്ല ഇത് ബാങ്ക് മോഷ്ടിച്ച പണമാണെന്നല്ലേ? ഹാഷ്മി, ഇവർ ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെയാണ് വിജേഷും റിജോയും തമ്മിലുള്ള പരിചയം. റിജോക്ക് വിദേശത്തേക്ക് പോകണം, അതിന് സെക്യൂരിറ്റിയായി 3 ലക്ഷം രൂപ ബാങ്കിൽ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് റിജോ ഈ ബിനേഷിനെ നിന്ന് പണം വാങ്ങിയത്. 3 ലക്ഷം രൂപയോളം വാങ്ങി. അതിൽ 10,000 രൂപ മാത്രമാണ് ആദ്യഘട്ടത്തിൽ തിരിച്ചു നൽകിയത്. പക്ഷേ ഈ മോഷണത്തിന് ശേഷം 2,90,000 രൂപ വിജേഷിനെ വീട്ടിൽ കൊണ്ടുവന്ന് നൽകി എന്നുള്ളതാണ് വിജേഷ് പോലീസിന് നൽകിയ മൊഴി. ഈ സംഭവത്തിൽ റിജോ പ്രതിയാണെന്നറിഞ്ഞ് തൊട്ട് പിന്നാലെ തന്നെ ഡിവൈഎസ്പിയെ വിജേഷ് ബന്ധപ്പെടുകയായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മോഷണത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിയ സാഹചര്യത്തിലാണ് ഇവിടെ എത്തിച്ച് നിലവിൽ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവെടുപ്പ് നടത്തുന്നത്. അതിനുശേഷം ബാങ്കിൽ എത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്തും. അതായത് ഈ കേസിൽ പ്രധാനപ്പെട്ട 3 സ്പോട്ടുകളായി പോലീസ് പറയുന്നത്, ഒന്ന് റിജോയുടെ വീടാണ്, മറ്റൊന്ന് മോഷണം നടന്ന ബാങ്ക്, മറ്റൊന്ന് ഈ പറയുന്ന ഈ വീട്, ഈ സുഹൃത്തിൻ്റെ വീട്. ഇവിടെയൊക്കെയാണ് ഈ പണം എത്തിയിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ 3 ഇടങ്ങളിലും വിശദമായ തെളിവെടുപ്പ് ഈ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ റിജോയെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം വീണ്ടും ആവശ്യമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം. റിക്കവറിയൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. 12 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് കണ്ടെത്തി. 2,90,000 രൂപ ദായിക്കാവുന്ന വീട്ടിൽ നിന്ന് ഇപ്പോൾ റിക്കവർ ചെയ്യും. 10,000 രൂപ ഇയാൾ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെ ഈ കേസിന്റെ നിർണായകമായ തെളിവുകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒരു കാലത്തും പിടിക്കപ്പെടില്ല, അതുമായി ബന്ധപ്പെട്ട് താൻ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് സുഖമായി വീട്ടിലിരിക്കുന്ന റിജോയെ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പോലീസ് പിടികൂടിയത്. മോഷണം നടന്ന 36 മണിക്കൂറിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അതിൽ ഏറ്റവും നിർണായകമായത് CCTV ദൃശ്യങ്ങളും ഒരു സ്ത്രീ നൽകിയ മൊഴിയുമാണ്. ആ CCTV ദൃശ്യങ്ങളിലുള്ള ഒരാൾ, അയാളോട് രൂപസാദൃശ്യമുള്ള ഒരാൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് എന്ന പോലീസിന് മൊഴി നൽകി. ആ മൊഴി കേന്ദ്രീകരിച്ച് പോലീസ് ആ വീട്ടിൽ പരിശോധന നടത്തി. ഏറ്റവും ആദ്യം തന്നെ തിരിച്ചറിഞ്ഞത് മോഷ്ടാവിൻ്റെ ഷൂ ആണ്. പിന്നീട് വാഹനവും സ്കൂട്ടറും തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെയാണ് റിജോയിലേക്ക് എത്തുന്നത്. ഇത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു മോഷണമാണെന്നുള്ള ഒരു തർക്കവുമില്ല. ഇയാൾ യൂട്യൂബ് അടക്കം കണ്ട് ഇത്തരം മോഷണം സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ട് എന്നതിനെ റൂറൽ SP നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിനുശേഷം ഒരു മോഷണം നടത്തിയ ശേഷം രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും ഇയാൾ കൃത്യമായി സ്വീകരിച്ചിരുന്നു. അതായത് ഈ CCTV തനിക്ക് വിനയാകുമെന്ന് ഇയാൾക്ക് ധാരണയുണ്ടായിരുന്നു. CCTVയിൽ ആളെ മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടി 3 തവണയാണ് ഇയാൾ വേഷം മാറിയത്. ഒപ്പം ഈ എത്തിയത് മിററില്ലാത്ത പറയുന്ന കഥകളൊക്കെ പോലീസ് അങ്ങനെ മുഖവിൽ കിടക്കണം എന്ന് പറഞ്ഞാൽ, ഭാര്യ അയച്ചു തരുന്ന പണം ധൂർത്തനായി ചെലവഴിക്കുന്നു, കടമുണ്ടാകുന്നു, കടം വീട്ടാൻ വേണ്ടി ഒരു ബാങ്ക് കണ്ടപ്പോൾ എന്നാൽ ബാങ്കിൽ കയറി പണം അടിച്ചു മാറ്റിയേക്കാം എന്ന് കരുതുന്നു. ബാങ്കിൽ കയറി അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി അടിച്ചു മാറ്റുന്നു. അതിനപ്പുറം ഒന്നുമില്ല എന്നാണോ പോലീസ് കരുതുന്നത്? ഇയാൾ നേരത്തെ കുറ്റബോധം കൊണ്ട് പൊട്ടിക്കരയുന്നതൊക്കെ റിയൽ കരച്ചിലാണ് എന്നൊക്കെ പോലീസ് കരുതുന്നുണ്ടോ വിഷ്ണു? അഷ്മി, മോഷണ കാരണം അത് തന്നെയെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. മറ്റ് കാരണങ്ങളൊന്നും പോലീസിനെ കണ്ടെത്താനായിട്ടില്ല. ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഈ ഘട്ടം വരെ പോലീസ് പറയുന്നത് ഈ ധൂർത്തുമായി ബന്ധപ്പെട്ട അയാൾക്കുണ്ടായ കടബാധ്യത, വീട് വാങ്ങിയതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ കടബാധ്യത, അത് മറയ്ക്കുന്നതിന് വേണ്ടി 15 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്നാണ്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം അവിടെ നിൽക്കുന്നത് 45 ലക്ഷം രൂപ കൗണ്ടറിൽ ഉണ്ടായിരുന്നു, അതിലേക്കാൾ കൂടുതൽ ബാധ്യത ഇയാൾക്കുണ്ട് താനും. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് 15 ലക്ഷം രൂപ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ ഇനി വിശദമായി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലായിരിക്കും ഉത്തരം ലഭിക്കുക. പോലീസിന് മുൻപിൽ ഇയാൾ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. എനിക്കൊരു അബദ്ധം പറ്റി എന്നുള്ളതാണ് അയാൾ പോലീസിന് നൽകിയ മൊഴി, അല്ലെങ്കിൽ പോലീസിനോട് പറഞ്ഞത്. അല്പസമയം മുമ്പ് ആ ദൃശ്യങ്ങളടക്കം നമ്മൾ കാണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പരമാവധി തെളിവുകൾ ഇയാൾക്കെതിരെ പോലീസ് സമാഹരിച്ചിട്ടുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു കുറ്റപത്രം സമർപ്പിച്ച് ഉടൻ തന്നെ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പിക്കാനാകും എന്നാണ് പോലീസും പങ്കുവെക്കുന്ന പ്രതീക്ഷ. ഓക്കെ, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. തെളിവെടുപ്പ് അവിടെ പുരോഗമിക്കുകയാണ്. ആദ്യം ഈ കടം നൽകിയ അല്ലെങ്കിൽ കടം വാങ്ങിയ പണം തിരികെ നൽകിയ സുഹൃത്തിൻ്റെ വീട്ടിലാണ് തെളിവെടുപ്പ്. അതിനുശേഷം ബാങ്കിലേക്ക് കൊണ്ടുപോയി വിശദമായ തെളിവെടുപ്പ്. ഒന്നുമില്ല, 3 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ: ബാങ്ക്, ഇയാളുടെ വീട്, ഈ കടം കൊടുത്ത ആളുടെ വീട്. അത്രയേ ഉള്ളൂ. ആ തെളിവെടുപ്പ് ഉടൻ തന്നെ പൂർത്തിയാക്കുകയും ഒരുപക്ഷെ ചെയ്തേക്കാം.